Namaskaram, welcome back to Kidscraft Malayalam. I am Ananya. Now, we will make a flower basket. Paper is video like channel subscribe subscribe button click and bell button click all option enable videos notification മാത്രമല്ല വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി താഴെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം രണ്ട് കളർ പേപ്പർ വേണം അതുപോലെ ഒരു ഗം വേണം പിന്നെ സ്റ്റാപ്ലർ സ്കെയിലും പെൻസിലും അവസാനം കത്രിക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഓരോ പേപ്പറും സ്ട്രിപ്പ് ആയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഇതിന്റെ നീളം നമുക്ക് ഈ പേപ്പറിന്റെ ഫുൾ നീളം എടുക്കാം ഇതിന്റെ വീതി 1.5 സെന്റിമീറ്റർ ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അതുപോലെ 10 സ്ട്രിപ്പ് ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ 20 സ്ട്രിപ്പ് അതായത് ഒരു പേപ്പറിൽ നിന്ന് 10 എണ്ണം വീതം രണ്ട് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് മെടഞ്ഞെടുക്കാം അതായത് വീവ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ അതിന്റെ ബേസ് ആയിട്ട് ഈ ബ്രൗൺ കളർ പേപ്പർ ആണ് വെക്കുന്നത് അടുപ്പിച്ച് വെക്കാം അപ്പോൾ ഞാൻ ആദ്യം ബ്രൗൺ പേപ്പർ എല്ലാം ഇവിടെ ഒരു ബേസ് ആയിട്ട് ഒട്ടും സ്പേസ് വിടാതെ വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഈ ബ്ലൂ പേപ്പർ ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വീവ് ചെയ്യണം മെടയണം ഇതുപോലെ നമ്മൾ ഒരു മീനിനെ മെടഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ നമ്മളിത് മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതുപോലെ തന്നെ വേറെ മാറ്റി മെടയണം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം ഇതിൻ്റെ ലെങ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതായത് ഒരേ അളവിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ വെച്ച് കൊടുക്കാം ഒരേ ലെവലിൽ വെച്ച് കൊടുക്കാം ആദ്യം ബ്രൗൺ എല്ലാം വെച്ച് കൊടുത്തു ബാക്കി 4 എണ്ണവും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് പക്ഷെ 10 എണ്ണവും വെച്ചിട്ടില്ല അതിന് കാരണമുണ്ട് കാരണം ഈ 4 സൈഡിലും കുറച്ച് ലെങ്ത് വേണം കുറച്ച് നീളം വേണം എന്നാലേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇപ്പോൾ ഒരെണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ നീളം വെച്ച് ചോദിക്കുകയാൽ ഈ സൈഡിൽ നീളം കുറവാണ് അപ്പോൾ ഞാൻ ഈ ഒരെണ്ണം എടുത്ത് മാറ്റി ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു കോളം പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ ഒരു സൈഡും ഇതുപോലെ ഈ ക്രാഫ്റ്റിൽ നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലെവൽ കറക്റ്റ് ആക്കി തന്നെ വെക്കണം അപ്പം ഇതുപോലെ നമുക്ക് 4 സൈഡും ഒട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഗം ഒട്ടിച്ചിട്ടുള്ളൂ കാരണം ബാക്കിലത്തെ സൈഡ് ഞാൻ ഗം ഒട്ടിച്ചിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇത് സ്റ്റാപ്ലർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ തിരിച്ച് വെച്ചിട്ടാണ് സ്റ്റാപ്ലർ ചെയ്യുന്നതെങ്കിൽ ആ ബാക്കിലത്തെ ഭാഗം മാത്രം ഗം ഒട്ടിച്ചാൽ മതി ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം ഒന്നുകൂടെ കൃത്യമായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മേജർ ഭാഗത്തോട്ട് പോവുകയാണ് ഇങ്ങനെ ഓരോ സ്ട്രിപ്പും എടുത്ത് ബാക്കിലോട്ട് വെക്കണം ഒരുമിച്ച് ഇതുപോലെ ബാക്കിലോട്ട് വെക്കണം നമുക്കിത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഈ ഭാഗം ഞാനിത് ഫ്ലവർ വേസ് അല്ലെങ്കിൽ ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞത് ഇതിന് ഒരുപാട് വെയിറ്റ് താങ്ങാനുള്ള ശേഷിയില്ല കാരണം ഇപ്പം നിങ്ങൾ ഇത് ഞാൻ കളർ പേപ്പർ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു വെയിറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ ഒരു വെയിറ്റ് മാത്രമേ ഇതിന് താങ്ങാൻ പറ്റൂ അപ്പോൾ
നിങ്ങൾക്കിപ്പോൾ ചാർട്ട് പേപ്പർ, കല്യാണ ലെറ്റർ അത്രയൊക്കെ കട്ടിയുള്ള പേപ്പറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെയിറ്റ് താങ്ങാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന് പേരെടുത്ത് കൊടുത്തത്. എടുത്തു മാറ്റിയ 2 സാധനം ഉണ്ടല്ലോ, 2 സ്ട്രിപ്പ്, അതാണ് നമ്മൾ പിടിയായിട്ട് കൊടുക്കുന്നത്. ഈ ബ്രൗൺ സ്ട്രിപ്പ് ഈ നീലയുടെ 2 കാതിലും കൊടുക്കാം. ഇപ്പം നമുക്ക് ലെങ്ത് എത്ര കുറയ്ക്കുകയോ കൂട്ടുകയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഒരു സ്റ്റാപ്ലറിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഒരു സ്റ്റാപ്ലർ വെച്ചായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറാത്ത രീതിയിൽ വേണം ഇത് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഇത്രയും ലെങ്ത് ഇട്ടേക്കുന്നത്, ഇവിടെ നമ്മൾ ഒരെണ്ണം കൂടെ വെക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലെങ്ത് ഇട്ടേക്കുന്നത്. ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നീൻ്റെ അകത്ത് അപ്പോൾ ഇനിയും നമുക്ക് ഈ 2 കാതും കൂടി പിടിച്ച് ഈ നടുക്കൽ ഒരു സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് 2 ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരിക്കും. ഒരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ അടിച്ചു കൊടുത്തിട്ട് ഇത് ഏകദേശം പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു കുറവ് തോന്നില്ലേ? അപ്പോൾ നമുക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് പൂ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 4 സ്ക്വയർ പീസസ് എടുത്തിട്ടുണ്ട് പേപ്പർ. ഇതേ കളർ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ആദ്യം ഈ ഒരു പേപ്പർ ഇതുപോലെ 2ആയിട്ട് മടക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പൂ ഇതിനകത്ത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തിനകത്ത് വേണമെങ്കിലും വെക്കാം. അസൈൻമെൻറ്റ്സിനകത്തൊക്കെ വെക്കാം, ഗിഫ്റ്റ് കാർഡിനകത്ത് വെക്കാം. ഇതുപോലെ ഒന്നുകൂടി മടക്കണം. എന്നിട്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ മടക്കണം. ഓക്കെ, എന്നിട്ട് ഇത് നോക്കാം. അതാണ്ട് ഈ ഒരു പാർട്ടിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന്. അത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാനിനി പറഞ്ഞത്. എന്നിട്ട് ഇതാ കത്രിക എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ചെറിയൊരു പൂവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കൊരു ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു ഹേർട്ട് ഷേപ്പ് കിട്ടും. ഇതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് താഴെ വരെ പോകരുത്, എന്നാൽ കീറിപ്പോവും. ഇനി ഞാൻ തുറക്കുകയാണ്. ബാക്കി ഞാൻ പിന്നെ കട്ട് ചെയ്തെടുക്കാം, കാരണം എനിക്കിത് എന്നിട്ട് പതിയെ ഇതുപോലൊന്ന് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇതിന്ന് കേളായി വരും, അതായത് ഒന്ന് ചുരുണ്ട് വരും. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കീറിപ്പോവും. അതായത് ഒരു ഇതളിങ്ങനെ പറഞ്ഞു പോയി. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കട്ട് ചെയ്ത് ഇനി ഞാൻ ഇപ്പോൾ പൂ റെഡിയാണ്. ഇനി ഒരു പെൻസിലിൻ്റെ ബാക്കോ അല്ലെങ്കിൽ ഒരു സ്കെച്ചിൻ്റെ ബാക്കോ കൊണ്ട് പതിയെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊരു രൂപം കിട്ടാൻ വേണ്ടിയാണ്. ആ പൂവിൻ്റെ ഒരു നടുക്കത്തെ ഒരു രൂപം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു മുത്ത് വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് മുത്താണ് എടുത്തേക്കുന്നത്. മുത്ത് വെച്ചോ സീക്വൻസ് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറും ചെയ്യാം. ഞാനിപ്പോൾ മുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പൂ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഈ നീലപ്പൂവ് ഞാൻ ബ്രൗണിൻ്റെ സ്ഥാനത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി കാണത്തില്ല. ഇത് നീലപ്പൂവ് ഞാൻ ബ്രൗണിൻ്റെ സ്ഥാനത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ നാണ്ടേ പൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ ഞാനൊരു വേറൊരെണ്ണം കൂടെ ചെയ്യുന്നുണ്ട്, ഒരു യെല്ലോയും ഗ്രീനും ഉള്ളൊരു കോമ്പിനേഷൻ. അതിനകത്ത് ഞാൻ ഇതുപോലെ പൂവൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ട് ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരികയാണല്ലേ. കൊറോണ ആയതുകൊണ്ട് ഓണം ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും പൂക്കളൊക്കെ ഇടുന്ന വീടുകൾ കാണും. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൂ പറിക്കാൻ പോകുമ്പോൾ കയ്യിലൊന്നും കൊണ്ട് കിടണ്ട, ഇനിയും ഈ ഫ്ലവർ ബാസ്ക്കറ്റിനകത്ത് ഇട്ടുകൊണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നവരെ ബൈ.